ഒരു മീൻ അടിച്ചോട്ടോ. ഹലോ മച്ചന്മാരെ, കൊച്ചു ഫിഷിംഗ് വ്ളോഗിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ അടിപൊളിയുള്ളൊരു ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ വീണ്ടും മഴയത്ത് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്പോട്ട് പോകുന്ന മുക്കത്താണ്. അപ്പോൾ ഞാൻ മകേഷണ്ണ ഉണ്ട്. അപ്പോൾ എന്തായാലും മഴയാണെങ്കിലും നമ്മൾ തളരത്തില്ല ഗൈസ്, നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കും. അപ്പോൾ മീനെ കിട്ടുമല്ലോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോയേക്കാം ഗൈസ്. മോച്ചാമര എന്തായാലും നമുക്ക് കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായിട്ട് നിൽക്കും കേട്ടോ. അപ്പം വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല വെള്ളമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അടിക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ തീറ്റയൊക്കെ ഇവിടെ സെറ്റാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ലോങ്ങിലോട്ടൊന്നും എറിയാൻ നോക്കുന്നില്ല, കാരണം ഇവിടെയൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇങ്ങനെ അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി അക്കരെ ഭാഗം നോക്കി ഫുള്ള് വെള്ളം കയറിയിട്ടോ. മഴയത്തൊക്കെ ഉണ്ടാവും, മേളി വരെ എല്ലാം വെള്ളം കയറിയിട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ എല്ലാം ചപ്പൊക്കെ ഒന്ന് അടിഞ്ഞ് കയറിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആയിരുന്നു എറിയുകൊണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നു, ഈ ഭാഗത്തൊക്കെ നിന്നിടുമായിരുന്നു. അപ്പം അവിടെ വരെ വെള്ളം പൊങ്ങി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നോക്കിയേ, ഈ ഒരു വശം നോക്കിയാൽ ഗീസ് ഫുള്ള് ചപ്പും കോലെല്ലാം വന്ന് വേസ്റ്റെല്ലാം ഇവിടെ കയറി അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ നേരത്തെ മീനെയൊക്കെ നമ്മൾ ലാൻഡ് ചെയ്ത് കെറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വരെ വെള്ളം കയറി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നെന്തായി തീരുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും മഴയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതും കരുതി കൂട്ടിക്കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് എൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചു കിട്ടും കേട്ടോ. മഴ വരുന്നുണ്ട്, നനയായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കിട്ടും. അതിൻ്റെ കീഴിൽ നമ്മളിരിക്കും, സേഫായിട്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ വൈകിട്ട് വരെ നമ്മൾ നോക്കുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും അടിക്കും നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും കുറേ അധികം പനയുടെ കൊച്ചു കമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതേണ്ടേ അഡ്ഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് മേടിച്ചിട്ടുണ്ട്, നനയായിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനം വന്നേക്കും. നമ്മൾ 5-6 എറി ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. തീറ്റയൊക്കെ സെറ്റാക്കി നമ്മൾ ഇട്ടിട്ട് മാത്രമേ നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് ഈ റബ്ബറിലോട്ടും ഈ റോഡിലോട്ടൊക്കെ വലിച്ചു കെട്ടി നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോൾ മഴ കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കാലാവസ്ഥ ഒക്കെ നോക്കുവാണെങ്കിൽ ഇരുണ്ടും കൂടി വരുന്നുണ്ട്, എന്നാൽ പോലും നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാവേ. ഇതിനിടയ്ക്ക് നമ്മൾ കുറേ എറിയൂണ്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടായിട്ട് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ എറിയൂണ്ട് ഇടുമ്പോൾ എല്ലാ ഒഴുക്കിനെതിരെ ഇങ്ങോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഫുള്ള് ഒഴുകി അങ്ങ് താപ്പോട്ട് പോകട്ടോ. അപ്പോൾ എന്തായാലും നൂല് മൊത്തം താപ്പോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിയൊഴുക്കുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മൾ ഇടാൻ പോകുന്ന സ്റ്റിക്ക് ഇടാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം അങ്ങോട്ട് ഇടാൻ വേണ്ടി പോകണേ. നമുക്ക് സ്റ്റിക്കിലെടുത്ത് എറിയാവേ. അടിപൊളി സൈറ്റിലാണ് വേണേക്കുന്നത്. അടിപൊളി സൈറ്റ് അങ്ങ് പോയി. കൂടെ ഓളം അടിക്കുന്നുണ്ടോ വില്ലാട്ട്, അങ്ങ് പോയി. കണ്ടോ കേസ്, നമ്മൾ നനയായിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അടിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടേ. കണ്ടോ, നമ്മുടെ കുഞ്ഞൻ ഷെഡാണ് കേട്ടോ. നമ്മൾ ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി നമ്മൾ സേഫായിട്ടേ ഇരിക്കത്തുള്ളൂ, മഴ നനയാതെ. മീനടിച്ചാൽ നമ്മൾ പോയി ഇറങ്ങും, പേടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീണ്ടും മഴയായിട്ടുണ്ട്. എന്തായി തീരും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. കണ്ടോ കേസ്, വെള്ളം തികഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കൂ കേസ്, ഇവിടെ ഇപ്പം നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുക. വെള്ളത്തിൽ നോക്കിയാൽ പറ്റും, മഴ ചാറിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഇട്ടേക്കുന്ന എല്ലാ നൂലും ഇങ്ങോട്ട് വലിഞ്ഞ് വന്നേക്കും കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യാം. ഇരുന്നിരുന്നുണ്ട് ഇതിന് മണിയൊന്നും വഴങ്ങി കേട്ടോ. ഈ ഒരു നമ്മുടെ എറിയുണ്ടൊക്കെ നൂല് അടയ്ക്കുന്ന വലിയുന്നുണ്ടോണേ. ഇടയ്ക്ക് നൂലൊന്ന് ടൈറ്റ് ആകുന്നുണ്ട്. ഈ മണി കിളിങ്ങോണം നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. വലി ഒരു മീൻ അടിച്ചോട്ടോ. ഇങ്ങോട്ട് നീങ്ങി
ഇങ്ങോട്ട് കിട്ടൂടി, കാട്ടിലോട്ട് വലിക്കാതെ. ഇല്ല ഞാനാണ് പൊക്കിയെ പിടിച്ചത്. ഇന്ന് കിട്ടിയൊരു കൂരിലോട്ടോ, ചെറുതാണേ, വരക്കാത്തിട്ടിടാം. നല്ല അടിപൊളി മഴ കേട്ടോ. മഴയാണ്, നമ്മൾ നേരെ നമ്മുടെ കൂടാരത്തിലിരിക്കും കേട്ടോ. ചമ്മര നമ്മൾ നേരെ നമ്മുടെ കൂടാരത്തിലിരിക്കുവാണ്. അപ്പം നമുക്ക് ഇന്ന് മീനടിച്ച് 2 മീൻ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്നാലും നല്ല മഴയുണ്ട്, നമ്മൾ നേരെ നമ്മുടെ കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. രസമുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ കേട്ടോ, കാണാൻ രസമുണ്ട്. അപ്പോൾ ചമ്മരെ ഭയങ്കര മഴ വന്നു കേട്ടോ. അപ്പം നോക്കി അക്കരെ വേറെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും മഴയുടെ വെള്ളത്തിൻ്റെ പവർ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, മഴക്കാലത്ത് മീൻപിടുത്തമൊക്കെ എങ്ങനെയുണ്ട് അതല്ലേ? ഓക്കെ, കിടില മഴ കേട്ടോ, കിടില മഴ. അപ്പം ഈ ഒരു മഴയത്താണ് നമ്മളിന്ന് മീൻ പിടിക്കാനും വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് 2 മീനെ കിട്ടി. ഇതൊക്കെ വളഞ്ഞു പോകുന്നുണ്ടോ? ഉണ്ടോ കേസ്? സ്റ്റിക്കൊക്കെ വളയാണ്, അടിയൊടുക്കേണ്ടി ആയിരിക്കാം. എന്തായാലും കൊള്ളാം കേസ്. നമ്മുടെ മാഷണ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം എന്തായാലും വെച്ചാൽ കുറച്ച് നേരം കൂടെ നമ്മൾ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ചുമ്മാ ഇരുന്നതുകൊണ്ട് മാത്രം ഒന്ന് വിസിന് ഇറങ്ങിയാണ്. മഴയാണ്, വെള്ളം കൂടും നമുക്കറിയാം. എന്നാൽ പോലും മീൻ പിടിക്കണമല്ലോ എന്നോർത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 മീനെ കിട്ടിയത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ നോക്കിയിരുന്നിട്ട് വേഗം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മൾ നേരെ മീൻപിടുത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴക്കാലമായിട്ട് നമുക്ക് എന്തായാലും 2 മീനിന് അടിച്ചേറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വെച്ചാൽ പറയാം, ഇതിനേക്കാളും കീട്ടായിട്ടുള്ള ഒരു പിച്ച് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്തൊരു കീട്ടായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.